വാ, ഇന്ന് എനിക്ക് ഒരാള് സെറ്റ് ആവും. ഞാൻ ഓൺലൈനിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. എനിക്ക് ആരാണ് ഗിഫ്റ്റ് തന്നത്? സോറി, എനിക്ക് വാലന്റൈൻസ് വീക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുക. എൻ്റെ ഏതെങ്കിലും ഷൊട്ട വണ്ടിയുണ്ടോ? മറ്റേ കോമൺ വണ്ടിയുടെ പേരെന്തായിരുന്നു ഗൈസ്? ഇതാന്ന് തോന്നുന്നു കോമൺ വണ്ടിയല്ലേ? ആ, സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഒരു F1 കാർ ഇറക്കണം കേട്ടാ. T/clothing അടിച്ചു വരുമോ? ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റ്. ബ്രോ, എൻ്റെ കൂടെ വന്ന് വീട്ടിൽ നിൽക്കാവോ ബ്രോ? എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചാൽ മതി എന്നെ. മരുന്ന് കഴിക്കാനും ഫുഡ് കഴിക്കാനും കറക്റ്റ് സമയത്ത് എണ്ണീക്കാനും ഒക്കെ. എടാ, എന്തൊരു ഉത്തരവാദിത്തമാണ് അവന്. എന്ത് കിടിലുമല്ലേ ആ പയ്യൻ. ഡിസ്പ്ലേ ക്യാപ്ചർ ഹൈഡ് ചെയ്ത് ഗെയിം ക്യാപ്ചർ. ഒരു സെക്കൻഡ്. സ്റ്റീം അല്ലല്ലോ 5. പ്ലീസ് ഒരു റിക്വസ്റ്റ്, ഞാൻ നിൽക്കാമോ? ഞാൻ വരട്ടെ. ഞാൻ വരാമോ? ഞാൻ ഇതിനകത്ത് എൻ്റെ മൈക്ക് ഇതാണോ നോക്കട്ടെ. ഈ അവിടെ ഇവിടെയും കൂടെ നിൽക്കുന്നോണ്ടേ. എൻ്റെ ചെറുക്കൻ ഇന്നും വന്നില്ല കേട്ടോ. LX അവൻ ഇന്നും വന്നില്ലേ? ഓൾ ഡൗൺ. ഇവിടെ സേഫ് സോൺ ഒന്നും അല്ല, പോടാ അവിടുന്ന്. T/clothing അടിച്ച വരുമോ? ക്ലോത്തിങ്. ആ, ഇതിപ്പോ എല്ലായിടത്തും ഒന്ന് മാറാവോ? അതോ ഇത് റീസ്റ്റാർട്ട് ആയോണ്ടുള്ളതാണോ? ഇങ്ങനെ മാറാമെങ്കിൽ മറ്റേ ക്ലോത്തിങ് ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനകത്ത് എവിടെയാടാ തലമുടി? ബെഡ്. അത് മേക്കപ്പിന്റെ ആടാ. കണ്ണാപ്പി. ചന്ദ്രൻ ഇവിടെ ആണ് കോച്ച്. ഒരു കാര്യം ചെയ്യാം, അപ്പൊ ഗ്യാങ് കോച്ചിലേക്ക് 50 കോടി തരാന്ന് പറഞ്ഞവനെ സംസാരിക്കാം. ഇതാരാണ്? ഹലോ ഹലോ, നീക ഞാൻ. അണ്ണ, ഇത് എന്ത് കോലുള്ളത് അണ്ണ? ഇപ്പൊ നമ്മളൊരു അണ്ണൻ ഇതായിരുന്നല്ലോ ഇഷ്ടം. എനിക്ക് അപ്പോഴേ അറിയാം അണ്ണ. എടാ, എന്റെ മുടി പച്ചയായിട്ടാണോ കാണുന്നത് നിനക്ക്? അതെ, സെയിം കളർ നമ്മുടെ. അങ്ങനെ പറയല്ലേ, കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ. അണ്ണാ, ഇപ്പൊ നമ്മള് ചന്ദ്രൻ അണ്ണനെ മുടി നോക്ക്. കണ്ണാപ്പി ചന്ദ്ര, അണ്ണൻ കീറിയ. എടാ, എന്റെ മുടി ഇങ്ങനെയാടാ കാണുന്നത് എനിക്ക്. അടിക്കൂ. ഹലോ ചന്ദ്രൻ. മാറിയടാ. മാറി അണ്ണ, മാറി. என்னடா உன்னோட பையன் வந்துட்டு 50 கோடி ரூபாய் கொடுத்தா ஒரு ஸ்லாட் கொடுக்குறேன்னு சொல்லி யாரையும் അല്ല, സൂര്യബോസ് പുതിയൊരു തുണി തച്ചായിരുന്നു അണ്ണ. ഞാൻ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ ഗാങ് ഡ്രസ്സിന്റെ അതേ കളറ്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ ഒരു സെക്കൻഡ്. അത് കൊച്ചല്ലേ? ஹலோ சார், ഞാൻ അത് കഴിഞ്ഞിട്ട് വന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, ഡ്രസ് ഒന്ന് മാറ്റിക്കോട്ടെ. എന്നെ തട്ടി നീക്കല്ലേ. ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുമ്പോ എക്സ്ട്രാ കൈ വരുന്നേ. അണ്ണാ, മറ്റേ കൈ കളഞ്ഞാ മതി അണ്ണാ. എന്നെ കണ്ടോ? നിന്റെ കൈ അണ്ണാ, ഞാൻ 2 ദിവസം കളിക്കുന്നില്ലേ, കൈ തരിക്കുന്നു. അപ്പൊ ഒന്ന് കൈയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചേക്ക്. നിന്റെ കണ്ണെടുത്തേ. അപ്പൊ നീ കണ്ണെടുത്തേ. കണ്ണെടുക്കുമ്പോ ഇങ്ങനെ റിമൈൻഡർ സിറ്റി സേഫ് സോൺ വന്നോടാ സാറേ. കാണുന്നില്ല. വന്ന് ഇനി മാറ്റി മതി അണ്ണാ. ഏതാന്നുള്ളത് മാറ്റി ഇട്ടാ മതി അണ്ണ. ഐബ്രോസ് വന്നണ്ണ, ഐബ്രോസ് വന്ന് ഞാൻ കറുപ്പിച്ചട്ടെ ഒന്ന് ഇതാക്കി. ഇത് മറ്റേ പട്ടാളം പുരുഷന്റെ പിരികോയി പോയില്ലേ? അത് ഇതാക്കി മാറ്റാം. ഒന്ന് കറുപ്പിച്ചിട്ട് മാറ്റണേ. ഓൾറെഡി കറുപ്പിച്ച്.
അപ്പൊ ഇനി മാറ്റി കാരണം മാറ്റി വെക്ക് 2 വെട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇതെന്ത് എന്താ ഇനി ഇട്ട് വന്ന അണ്ണ എനിക്ക് അണ്ണ എന്താ ഉമ്മ വെക്കുന്നെ? അണ്ണാ, കാണി കോച്ചാണ് കുറച്ച് തമാശയുടെ കൂടുന്നുണ്ട്. കൊച്ചു ഒരുപാട് ഫണ്ണി ആയി വട്ടം. ഇതൊന്ന് മാറണേ. ഒരുപാട് ഫണ്ണി ആവുന്നുണ്ടേ. ഫണ്ണി വിസ്കി കുടിച്ചിട്ടുണ്ട്. തുരുമ്പാതെ നീ ലാസ്റ്റ് പിരിയൊന്ന് എന്റെ പിരിയൊന്ന് പഠിച്ചോട്ടെ. ഞാൻ ഒരു സമയത്ത് ഒരു പിരിയഡ് ചെയ്യാൻ കൊറേ നേരം എന്നെ സ്പെൻഡ് ചെയ്തല്ലേ നീ. പിന്നെ വാലന്റൈൻസ് ഡേക്ക് റെഡ് ഷൂസ് ഇട്ട് കഴിഞ്ഞാ പെണ്ണ് കിട്ടും. ഞാനൊരു ജെൻസി പയ്യനായേ. എന്നാ റെഡ് ഷൂസ് ഇട്ടോണോ? പണ്ടനെ എന്തിനാ പെണ്ണ് അന്നെ പറയാ എത്ര പേരാ റെഡ് ഷൂസ് ഇട്ട്. ഷൂസ് ബ്രോ, ഷൂസ് വേറെ വേണ്ട. ഷൂസ് ഇത് മതി എനിക്ക്. ഷൂസിന്റെ ഈ ഷൂ മാറ്റത്തില്ലേ. ഇയറിങ്സ്. അയ്യോ എന്റെ കമ്മലിട്ടില്ല. എടാ ഞാൻ എന്റെ കമ്മലിട്ടില്ല. ഒരു മിനിറ്റ്, കമ്മൽ എവിടെയായിരുന്നു? ഷെരീഫാണോ? അത് മാറ്റിക്കോട്ടോ. പീടി വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ്. ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ? എന്നെ കണ്ട ഡീസന്റ് ഷർട്ട് ഡീസന്റ് ഇതൊക്കെ എന്താ ഒരു ലീഡറാണ് ഗ്യാങ്ങിന്റെ. ഞാനിനി ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. എനിക്ക് പൂക്കി പിള്ളേരെ പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിത് എന്ത് കളിക്കുന്നത്? GTA 5 ഇതെന്തിരിത്? ഇത് സേവ് ചെയ്യാൻ പറ്റുമോ? അല്ലേലും ഞാനൊക്കെ കുറച്ചൊന്ന് സ്റ്റൈലായിട്ട് ഒരുങ്ങി കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ എല്ലാവന്മാർക്കും ഇതൊക്കെ തന്നെയാണ് സൂക്കേട്. മനസ്സിലായ? ഇത് അത് ഇതേപോലത്തെ 80s വസന്തകൾക്ക് ഇത് പറഞ്ഞ മനസ്സിലാവുന്നില്ല. മനസ്സിലായ? ഷർട്ടില് സ്പൈഡർമാൻ വല വിടുവോ? ഞാൻ നാളെ മാല കഴിക്കും. ശബരിമല പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതിനുള്ള മറുപടി ഞാൻ തരാം. ഓരോ ഈഗോയിസ്റ്റിക്. ചന്ദ്ര ഇനിയിപ്പോ എന്നെ നോക്ക്. ഹെൽമെറ്റ് വെച്ച് ലോകല്ലേ ഇത്? ഞാനൊക്കെ കണ്ട സിമ്പിൾ. ആക്ച്വലി കുറച്ച് 2K വരുന്ന കേട്ടോ. എന്താടാ ഇങ്ങനെയാണ് എന്റെ കണ്ടില്ലേ? ആനിമേക്ക് ഇടണം. എടാ ഞാൻ കാര്യം പറയട്ടെ, ഇതൊന്നും പോയിട്ടില്ലല്ലേ? ബാക്കിയുള്ളതൊന്നും പോയിട്ടില്ല. അണ്ണാ നമ്മളെയാണ് നഷ്ടപ്പെട്ടത്. മനസ്സിലായി? നമ്മളെ എവിടെയോ നഷ്ടപ്പെട്ടു പോയി നമുക്ക്. ചന്ദ്രൻ ചന്ദ്രൻ മാറ്റി മാറ്റി മാറ്റി. ഫെയിൽഡ് ആയോ? ഇതിന്റെ ബ്ലാക്ക് കളിയാ അടിപൊളിയാ. ചന്ദ്ര എല്ലാരും ഇടണ ടൈപ്പ് ഇതിട്ട് നോക്കി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടണ്ടോ? ഞാൻ ഇട്ടേക്കുന്നത് ഒരു മാമൻ വൈബ് ഡ്രസ്. വെയിറ്റ് ചന്ദ്രൻ ഇന്ന് എനിക്ക് ഒരാളെ സെറ്റ് ആവും. എവിടെ ആരാര്? പരുന്തുവാസു കോൾ 12. എന്തിനാ വിളിക്കുന്നത്? അണ്ണൻ നമ്പർ വിടണ്ട, അവൻ വിളിക്കട്ടെ. ഏടാ ഇല്ലടാ, എനിക്ക് അങ്ങനെ ഒരു ഈഗോ ഉള്ള ആളല്ലോടാ ഞാൻ. വിളിച്ചു നോക്കാം. നമ്മൾ ഡൗൺ ടു എർത്ത് അല്ലടാ. ശരിയാണ് നമ്മള്. ഹലോ ഹലോ മിസ്റ്റർ പരന്തുവാസമാണോ? അതെ പരന്തുവാസമാണ്. ആരാണത്? ഞാൻ കുക്കുച്ച ഡെലിവറി സർവീസിൽ നിന്നാണ്. നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടായിരുന്നല്ലോ. ഇത് ഇവിടെ വീട്ടിൽ കൊണ്ട് തരുമോ? വീട്ടിലുണ്ടോ തരാം. വീട്ടിലുണ്ടോ ഇപ്പൊ? ഓ വീട്ടിലുണ്ട്. ഓക്കെ ഞാൻ ഗേറ്റിന്റെ അവിടെ നിന്നാ മതിയോ? അതോ ഗേറ്റിന്റെ അവിടെ വന്നിട്ട് വിളിച്ചോ. എന്തായിരുന്നു? ഓക്കെ ശരി. ആരോട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും? എനിക്ക് എന്തോ ഡെലിവറി ഉണ്ടെന്ന്. അണ്ണത് നോക്കണല്ലോ. ബോംബാണെങ്കിലോ? അണ്ണ ത്രെട്ടറിങ് കൊണ്ട് അണ്ണനെ വാലന്റൈൻസ് ഡേ അല്ലടാ, ആരെങ്കിലും ഒക്കെ ഗിഫ്റ്റ് എല്ലാം നന്നായിരിക്കൂടാ. അണ്ണാ അതിലൊരു ബോംബ് പറ്റത്തില്ല. ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേകളിലാണ് ഓരോന്ന്. ഞാൻ നോക്കാം ഫസ്റ്റ് എന്തായാലും. ഞാൻ ഗ്യാങ് ഹൗസിനകത്തുണ്ട്.
ആ കോച്ചിനും ട്രെയിനിങ് ഉണ്ട്. കോച്ചിനും എല്ലാരും നമ്മളെ തനിച്ച് വിടത്തില്ല. കോച്ച് True, you Tokyo members deserve ഡ്രസ് better. കണ്ടിട്ട് വേണോ ഞാൻ ഒരു തരട്ടെ ഇങ്ങനെ ഒരു ലീഡർ ഉള്ളതിനേക്കാളും നല്ലത് ശവം ലീഡർ ആയിട്ടിരിക്കുന്നതാണ്. ടോക്കിയോ സ്നീക്കി ചാറ്റു. അതാരാണ് പറഞ്ഞത്? അവൻ അവിടുത്തെ ഹലോ 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 വാസു അല്ലേ? അതെ ആരാ? ഞാൻ ഒരു ഗ്യാങ് ഹൗസിലോട്ട് വിസിറ്റ് നടത്തിയാലോ എന്ന് ആലോചിക്കുക. അതിന് പെർമിഷൻ ഉണ്ടാവോ? ഓ കേറി കണ്ടോ കുഴപ്പമൊന്നുമില്ല. ഓ കാണാവോ? ഞാൻ എന്നാ പുറത്തുണ്ട്. ഒരാളൊന്ന് വിടുവോ ഗ്യാങ് ഹൗസ് കാണിക്കാൻ? ഒരാളൊന്ന് വിടുവോ ഗ്യാങ് ഹൗസ് കാണാൻ? ഞങ്ങള് ഗ്യാങ് ഹൗസിലുണ്ട് ബ്രോ, കേറി കണ്ടോ. ഓ അകത്തോട്ട് നോട്ടെ. അകത്തോട്ട് വന്നു. ഓക്കെ താങ്ക് യു. ഗോയിങ് വിത്ത് ദ ട്രെൻഡ്. അതെ ഹോസ്റ്റലാണ്, എനിക്ക് മനസ്സിലായി. അവരുടെ ഹോസ്റ്റലിന്റെ MRC ടോക്കിയോ സിറ്റുവേഷൻ എന്താണ് മനസ്സിലായി, അവര് ഇടിപ്പിച്ചതാ. ഹലോ യോ താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ. കേറി കണ്ടോ. ഓക്കെ താങ്ക് യു. ഞാൻ വേറെ അവൻ ഊക്കുവാണ്. എനിക്ക് തോന്നി എന്തെങ്കിലും ചെയ്തോട്ടെ, കുഴപ്പമില്ല. എടാ ചിലരുടെ സംസാരമായിരിക്കും. ഞാൻ പറയട്ടെ, വേറെ കാര്യം പറയട്ടെ ഗൈസ്. ഈ സിറ്റിയിലെ ഇപ്പൊ ഈ RPയുടെ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ട് കുറെ പേര് കുറെ വാണപ്പന്മാര് സിറ്റിയിൽ കയറിയിട്ടുണ്ട് കേട്ടാ. ഒരു റൂളും അറിയത്തില്ല, ഒന്നും അറിയാതെ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ നിന്ന് മുതുക്കിൽ നിന്ന് ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് സംസാരിക്കണ ഒരു ക്ലിപ്പ് ഞാൻ ഇന്ന് കണ്ട്. എന്റെ ആളിയ അവന് പെർമനന്റ് കിട്ടി കേട്ടാ. അവന് സിറ്റിയിൽ പെർമനന്റ് കിട്ടി. ഇപ്പൊ സ്വാമി ശരണം ദൈവമേ. അയ്യോ ഹലോ ഹലോ സാറേ, ഗേറ്റിന്റെ മുമ്പിലുണ്ടേ. അതെ വരുന്ന ഓക്കെ. ലോയൽറ്റി പോയിന്റ്സ്. 40-46. കാർഡുണ്ട്. 40 കാർഡ് കൊണ്ട് കാര്യമില്ല. ഫുഡും വെള്ളം എന്തെങ്കിലും തിന്നിട്ട് ഒരു സെക്കൻഡ് അല്ലേ ചത്തു. പോയിന്റ്സ് പോയിന്നോ? എന്ത് എന്താടാ? ഹോസ്റ്റേജാ. എന്റെ പേര് ലിക്ക് എന്നാണ്. കുക്കൂച്ച ഡെലിവറി സർവീസിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഡെലിവറി നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് വഴി കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തരാൻ വന്നാണ്. ഞാൻ ഓൺലൈനിലൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് അവർ ബുക്ക് ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുപോയിരിക്കും. അതപ്പോൾ അവർ ലിസ്റ്റായിട്ട് വെബ്സൈറ്റിൽ തന്നെ തന്നിട്ട് പേയ്മെന്റ് വെബ്സൈറ്റിൽ തന്നെ, അങ്ങനെയാണ്. എനിക്ക് ആരാണ് ഗിഫ്റ്റ് തന്നത്? അത് പേര് റിവീൽ ചെയ്തിട്ടില്ല ആള്. പക്ഷേ ഒരു ലെറ്റർ അടക്കം ഒരു ഗിഫ്റ്റ് പാക്കാണ് വന്നേക്കുന്നത്. അത് ഞാൻ തരട്ടെ? തന്നു. ഇതിലുള്ള ഐറ്റംസ് അതിൽ ഗിഫ്റ്റിൽ നിന്ന് പുറത്തെടുത്താലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാൻ അകത്ത് പോയി സമാധാനത്തോടെ വായിച്ചോളാം. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു സോ മച്ച്. ഇതിന്റെ പേയ്മെന്റ് എല്ലാം ഉണ്ടോ? ഇല്ല, പേയ്മെന്റ് എല്ലാം ഓൾറെഡി ചെയ്തു. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ശരി, എവിടായിരുന്നു? ഞാന് ഒരു ചെറിയ പനി പിടിച്ച വാസവരെ, പിന്നെ ഒന്നും ഓർമ്മയില്ല എനിക്ക്. ആണാ? ഒത്തിരി നാളായി കണ്ടിട്ട് കേട്ടാ. സത്യം വാസവ വല്ലപ്പോഴൊക്കെ സിറ്റി വരണം. അതെ. ഞാനാണ് ഇപ്പൊ ഈ സിറ്റിയിൽ ഏറ്റവും കൂടുതൽ റെഗുലർ ആയിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരാൾ. മനസ്സിലായ പാപ്പന്? അതല്ലേ? പിന്നെ
വാസുമോനെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു സാധനം സിറ്റി വന്നിട്ടുണ്ട് ഇന്ന്. അറിഞ്ഞായിരുന്നോ? എന്ത് സാധനം? അറിഞ്ഞില്ലേ? ഇല്ല. ഇവിടെ നീ ഒന്നും പറഞ്ഞു കൊടുത്തില്ലടാ അത്. സൂപ്പർ സാധനം 3021. ആ, അതെ. 2051 അത് വേറെ. അല്ല അത് 3021. ഇതാരാ ലെക്സ് ആണോ? ഇല്ല 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 അത് ഓർക്കയായിരിക്കും മിക്കവാറും. അല്ല അല്ലല്ല കോച്ച് കോച്ചാണോ? കോച്ച് ഇത് കോച്ച് കോച്ച്. ഓ, സൂപ്പർ. ഞാൻ ഒരു എന്നൊക്കെ അവിടോട്ട് പോവാ ഒരു കാര്യം ചേട്ടാ. ഞാൻ നേരെ പോയിട്ട് ഞാൻ ഒന്ന് പോയി മേളത്തെ വെളിയിൽ കുറെ തുണി അയല് വിരിച്ചിട്ടേക്കണ ചേട്ടാ. ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും എടുത്ത് ഉണക്ക അകത്ത് വെച്ചിട്ട് ഇതാ വരുന്നു. പെട്ടെന്ന് വരാവേ. ഇല്ലല്ല കോച്ച് വേണ്ട 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 വേണ്ട. എന്റെ സാധനങ്ങൾ ഞാൻ വേറെ ആരെ കൊണ്ട് ഇടിപ്പിക്കുന്നില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ വരാം. ഞാനും ഈ ഇങ്ങേരും ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങേറെ വല്യപ്പ മരിച്ചു പോയിട്ട് കാണാൻ കൊണ്ടുവന്ന് ജയിലുകാർ പറഞ്ഞിട്ട് പോലും ഒരു നോക്ക് പോയി വെള്ളം കൊടുക്കാത്ത അവരാണ്. ഇപ്പൊ എന്നെ സഹായിക്കാൻ എന്റെ ജട്ടി വിരിച്ചിടാൻ വരുന്നു. എന്നെ സഹായിക്കാൻ വരുന്നു. വലിയ മനസ്ത. കഥവിലൊക്കെ എങ്ങനെ എടുക്കും? സോറി, എനിക്ക് വാലന്റൈൻസ് വീക്ക് വരാൻ പറ്റിയില്ല. സോ ഞാൻ ഇതൊക്കെ കൊടുത്തു വിടുക. റോസ് ഫോർ റോസ് ഡേ, എ റിംഗ് ഫോർ പ്രപ്പോസ് ഡേ, ചോക്ലേറ്റ് ഫോർ ചോക്ലേറ്റ് ഡേ, ടെഡി ഫോർ ടെഡി ഡേ, ഐ പ്രോമിസ് ടു ബി ഓൾവേസ് ദെയർ ഫോർ യു പ്രോമിസ് ഡേ, ഒരു 100 ഹഗ് ഫോർ ഹഗ് ഡേ, കിസ് ഇല്ല ബട്ട് കിസസ് ചോക്ലേറ്റ് ഫോർ കിസ് ഡേ. വാലന്റൈൻസിന് ഞാൻ ഉണ്ടാവില്ല ബട്ട് അഡ്വാൻസ് വാലന്റൈൻസ് ഡേ വിഷസ്. മിസ് യു. ഫുഡൊക്കെ കഴിക്കണേ. ഹാപ്പി ആയിരിക്കും. സ്നേഹം മാത്രം. സ്നേഹം മാത്രം. ഇത് മറ്റേ എല്ലാരും എക്സ്പോസ് ചെയ്യുന്ന പുള്ളിയാണ്. വാലന്റൈൻസ് ഡേയുടെ പൂവ്, റിങ്, ചോക്ലേറ്റ്, ചെടി. ഇത് ദർശനാണോ? ദർശനം എഴുതിയിട്ടില്ല അതിലൊന്നും. അതിലൊന്നും എഴുതിയിട്ടില്ല. ഫുഡൊക്കെ കഴിക്കണേന്ന് പറയണത് ദർശനയാ. ശരിയല്ലേ? ശരിയല്ലേ? ഫുഡ് കഴിക്കണേന്ന് പറഞ്ഞത്. എന്തി എനിക്ക് ദർശുവാണ് ഗിഫ്റ്റ് അയച്ചേ. അല്ലെങ്കിൽ എന്തിനു ചെയ്യും? അല്ലേ വേണ്ട, ഒരു ഐഡിയ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ് ലൂസിയ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. വേറെ ആരെങ്കിലും അയക്കാൻ സാധ്യതയുണ്ടോ? ബ്ലൂ. താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എല്ലാവർക്കും കേട്ട്. സുമതിയമായ. അയ്യോ, ഒരാളുടെ ഉണ്ട്. സാനിയ എന്തിയ? സാനിയ താങ്ക് യു ഫോർ ദ ഗിഫ്റ്റ്. എൻ്റെ ഐഡിയ എന്താണെന്നറിയോ? ഇവരെല്ലാവരും റിപ്ലൈ അയക്കും. അയക്കാത്തവരൊക്കെ റിപ്ലൈ അയക്കും. അതിന് ഞാൻ ഒന്നും അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് റിപ്ലൈ അയക്കും. അന്നേരം ഞാൻ അവരോട് പറയും, അപ്പോഴെങ്കിലും എന്നെപ്പറ്റി ഓർത്തല്ലോ, വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് പോലും തന്നില്ല എന്നങ്ങ് പറയും. മനസ്സിലായോ? അതിലവർ വീഴും. അവർക്ക് റിഗ്രറ്റ് അടിക്കും. അവരെനിക്ക് എന്തെങ്കിലും മേടിച്ചു തരും, അല്ലെങ്കിൽ നേരിട്ട് കാണാമെന്ന് പറയും. നിനക്കത് ബുദ്ധിയില്ലടാ. ഇതൊക്കെ നമ്മുടെ ഓരോ ട്രിക്സ് അല്ലേ? എടാ ലെക്സേ, ഓ നിന്നെ 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ.
കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടായിരുന്നണ്ണ, ഞാൻ പിന്നെ അണ്ണൻ വന്നില്ലല്ലോ. ഇന്ന് ഞാൻ അറിഞ്ഞില്ല വരുന്നുണ്ടെന്ന്. ആണല്ലേ, ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ വന്നതാ. എന്താ ചന്ദ്ര ഇവിടെ നിന്നത്? അതോട്ട് വരാൻ എന്താ? അല്ല അണ്ണാകത്ത് ഡ്രസ് മാറുമ്പോ ഞാൻ എങ്ങനെ അണ്ണാ? ഡ്രസ് മാറുമല്ലായിരുന്നു, ഞാൻ തുണി മടക്കി വെക്കുമായിരുന്നു. അല്ല എനിക്ക് അറിഞ്ഞോട്ടില്ല അണ്ണാ, നമ്മളൊരു ആളുടെ പ്രൈവസിയിലോട്ട് കയറി പോണ ശരിയല്ലുള്ള കാര്യമല്ലല്ലോ. പെണ്ണുപിള്ളക്ക് പൂ എടുത്തായിരുന്നാ? എന്ത് പൂ? വാലന്റൈൻസ് ഡേ അല്ലടാ. ഇന്നെന്താ സൂര്യൻ തെക്കുതിക്കോ? ലോകത്തുള്ള പെണ്ണുങ്ങളുടെ എല്ലാം പുറകെ നടന്നിട്ട് ഒന്നും സെറ്റ് ആവാതെ വാലന്റൈൻസ് ഡേക്ക് കാമുകന്മാരും ആഘോഷിക്കുന്ന ദിവസം മാത്രം സിഗ്മയായിട്ട് അഭിനയിക്കുന്ന അച്ചിപ്പട്ടി. സത്യം, നമ്മളിപ്പോ റിയൽ സിഗ്മയാണ് ചന്ദ്ര. അതെ. ഇങ്ങനെ നീ പറയാൻ വേണ്ടി നടന്നോ?